കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസുമാണ് എടുക്കാൻ പോകുന്നത്. കൗണ്ടബിൾ നൗൺസിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റും. അൺകൗണ്ടബിൾ നൗൺസിന് നമുക്ക് എണ്ണാൻ പറ്റില്ല. കൗണ്ടബിൾ നൗൺസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബുക്സ്, ഫ്ലവർ, പിന്നെന്താ പറയുക, ഫ്ലവർ, പിന്നെ എന്താ പറയുക, നമുക്ക് ആപ്പിള്, ഫ്രൂട്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. അതിൻ്റെ കണക്ക് എണ്ണാൻ പറ്റും. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ കൊടുക്കാം? വിസ്ഡം നമുക്ക് അളക്കാൻ പറ്റുമോ? ജ്ഞാനം ഇല്ല. അത് അപ്പോൾ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അൺകൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും ക്ലിയർ ആണോ? ഓക്കെ, അൺകൗണ്ടബിൾ നൗൺസിൻ്റെയും കൗണ്ടബിൾ നൗൺസിൻ്റെയും കൂടി നമുക്ക് എങ്ങനെയൊക്കെ എയും ആനും നമ്മൾ ആർട്ടിക്കിൾസ് ഇല്ലേ, അത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതായത് ഈ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് എപ്പോഴും എയും ആനും വരിക. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ എയും ആനും ആർട്ടിക്കിൾസ് ഒരിക്കലും വരില്ല. എയും ആനും എക്സ്പെഷ്യലി. ഓക്കെ, അതായത് നമ്മളിപ്പോൾ നേരത്തെ കൗണ്ടബിൾ നൗൺസിന് എന്തൊക്കെയാണ് പറഞ്ഞത്? ബുക്ക് പറഞ്ഞു, ആപ്പിൾ പറഞ്ഞു, ഫ്രൂട്ട്സ് പറഞ്ഞു, പിന്നെന്താ ഫ്ലവേഴ്സ് പറഞ്ഞു, ഒക്കെ കൗണ്ടബിളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ എയോ ആനോ ഒക്കെ വരും. ആൻ ആപ്പിൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ അൺകൗണ്ടബിൾ നൗൺസായ വിസ്ഡത്തിൻ്റെ കൂടെ നമ്മൾ എയോ ആനോ ആർട്ടിക്കിൾസ് ഒരിക്കലും യൂസ് ചെയ്യില്ല. ഓക്കെ, അതും കൂടി നോട്ട് ചെയ്ത് വെക്കണേ. 4 തരം ടെൻസസ് ആണുള്ളത്. സിമ്പിള്, കണ്ടിന്യൂസ്, പിന്നെ പെർഫെക്റ്റ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇതിൽ തന്നെ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നുണ്ട്. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പെർഫെക്റ്റ് കണ്ടിന്യൂസിലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്രയും ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതൊരു ചാർട്ട് രൂപത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വരയ്ക്കണം. ഓക്കെ, സിമ്പിൾ ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ സിമ്പിൾ എഴുതിയിട്ട് പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് സിമ്പിൾ, പ്രസൻറ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ, സിമ്പിൾ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഐ വർക്ക്ഡ് എന്നാണ്. ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരാൾ നീ ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഐ വർക്ക്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ്, ചെയ്ത് കഴിഞ്ഞ കാര്യമില്ലേ പറയുന്നത്. വർക്ക്ഡ് ED ഫോമോ വരും. ഓക്കെ, പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഐ വർക്ക്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിന് ഇങ്ങനെ പറയും. ഫ്യൂച്ചറിനാകുമ്പോൾ എന്താ വരും? വില്ല് വരും. ഐ വിൽ വർക്ക്, ഞാൻ വർക്ക് ചെയ്യും. ക്ലാസ്സിൽ ടെൻസസ് ആണ് എടുക്കാൻ പോകുന്നത്. ടെൻസസ് 4 തരമുണ്ട്. സിമ്പിൾ ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഐ വർക്ക്ഡ്. ഓക്കെ, ഐ വർക്ക്ഡ് എന്നാണ് പറയാം. ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ ഐ വർക്ക്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്നത് ഐ വിൽ വർക്ക്. കണ്ടിന്യൂസിൽ ING ഫോമ് വരും. ഐ വാസ് വർക്കിംഗ്, ഐ ആം വർക്കിംഗ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ബി വർക്കിംഗ്. പെർഫെക്റ്റ്, ഐ ഹാഡ് വർക്ക്ഡ്, ഐ ഹാവ് വർക്ക്ഡ്, ഐ വിൽ ഹാവ് വർക്ക്ഡ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഐ ഹാഡ് ബീൻ വർക്കിംഗ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ആണ്. ആഡ് ഹാവ് ആവും പ്രസൻറ്റിൽ വരുമ്പോൾ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ്. ഹാവ് ബീന് വരുന്ന കേസാണ് അതൊക്കെ. അതായത് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാവ് ബീൻ ആണ് വരിക. കണ്ടിന്യൂസിൽ ബി എന്ന് ഫോമാണ്. പെർഫെക്റ്റിൽ ഹാവ് ആണ് വരിക. പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാവ് ബീൻ ആണ് വരിക. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ടെൻസിൻ്റെ ടൈം ഓഫ് എൻ ഇവൻറ്റ് ഓർ ആക്ഷൻ ആണ് ടെൻസസ് ഓഫ് വെർബ് കാണിക്കുന്നത്, ഷോ ചെയ്യുന്നത്. ടെൻസസ് ഓഫ് എ വെർബ് ഷോസ് ദ ടൈം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടെൻസസ് ആണ് എടുക്കാൻ പോകുന്നത്. ടെൻസസ് 4 തരമുണ്ട്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ ക്ലാസിഫൈ ചെയ്ത് വീണ്ടും വരുന്നുണ്ട്. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. പിന്നെ കണ്ടിന്യൂസ് പാസ്റ്റ്, കണ്ടിന്യൂസ് പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പിന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്,
പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്.